അപ്പോൾ ഇന്ന് നമ്മളൊരു മെഹന്തി ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പീക്കോക്കിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഫിഗറൊക്കെ വരച്ചിട്ട് ഒരു സിമ്പിൾ പീക്കോക്ക് ഡിസൈനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ബോർഡർ വരച്ചെടുക്കുകയാണ്. തിക്ക് ലൈനും തിൻ ലൈനും ഹംസും ഒക്കെ വരച്ചിട്ട് ഒരു ബോർഡർ വരച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തായിട്ട് നമുക്ക് ഫില്ലിങ്സ് വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡിലും ബോർഡേഴ്സ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ രണ്ട് ബോർഡറിൻ്റെയും സെൻറ്ററിലായിട്ട് നമുക്ക് ഫില്ലിങ് വരച്ചെടുക്കാം. അപ്പോൾ സ്പൈറൽ വെച്ചിട്ടുള്ള ഫില്ലിംഗ് ആണ് വരയ്ക്കുന്നത്. ആദ്യം കുറച്ച് സ്പൈറൽസ് വരച്ചു കൊടുത്തു. പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ഷേപ്പിലുള്ള ഫ്ലവറാണ് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിനകത്ത് നമുക്ക് കുറച്ച് ടിയർ ഡ്രോപ്സും വൈൻസും ഒക്കെ വരച്ചിട്ട് ആ സ്പൈറൽ ഫില്ല് ചെയ്തെടുക്കാം. സ്പൈറൽ ഗ്യാപ്പുള്ള സ്ഥലത്തൊക്കെ ഒന്നുകിൽ ടിയർ ഡ്രോപ്സ് അല്ലെങ്കിൽ വൈൻസ് ഏത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടത്തിന് വരച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫില്ലിങ് വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു പീക്കോക്കിൻ്റെ ഫിഗർ വരച്ചു കൊടുക്കാം. അപ്പോൾ കൈയുടെ സെൻറ്ററിലായിട്ട് നമ്മൾ ആദ്യം ഒരു പീക്കോക്കിൻ്റെ ഫിഗർ വരച്ചു കൊടുത്ത് പിന്നെ അതിനെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫിഗർ വരയ്ക്കുമ്പോൾ ആദ്യം തന്നെ ഡാർക്കായിട്ട് വരയ്ക്കുന്നില്ല, ലൈറ്റായിട്ടൊന്ന് വരച്ചതിന് ശേഷം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം അതിനൊന്ന് ഡാർക്ക് ചെയ്ത് വരച്ചു കൊടുത്താൽ മതി. ഇത് ഡാർക്ക് ചെയ്ത് വരച്ചതിന് ശേഷം ഇതിൻ്റെ പീല് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രിഡ്സിന് വരയ്ക്കുന്നത് പോലെ തന്നെ ലൈൻസ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്രിഡ്സിൻ്റെ മോഡൽ വരച്ചതിന് ശേഷം അതിൽ റെയിൻ ഡ്രോപ്സ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗ്രിഡ്സ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എല്ലാ ഗ്രിഡ്സിൻ്റെയും കോർണറിലായിട്ട് നമുക്ക് റെയിൻ ഡ്രോപ്പ് വരച്ചു കൊടുക്കാം. റെയിൻ ഡ്രോപ്പ് വരച്ചിട്ട് ആ റെയിൻ ഡ്രോപ്പിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ലൈൻസ് ആ ഗ്രിഡിൻ്റെ ലൈനിലേക്കും കൂടി വരച്ചു കൊടുക്കാം. നമ്മൾ വരച്ചിട്ടുള്ള ഈ റെയിൻ ഡ്രോപ്പ് എല്ലാം ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് നല്ല തിക്കായിട്ട് ഒരു ഡോട്ടും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഗ്രിഡ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രിഡ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഫെദറാണ് ഫില്ല് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഫെദർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു സ്രില്ല് വരച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ അതിന് മുകളിലായിട്ട് ഒരു 2 റോയിൽ ഹംസ് വരച്ചു കൊടുത്തു. എന്നിട്ട് കുറച്ചും കൂടി ഹംസ് ഒന്ന് വലുതാക്കി വരച്ചതിന് ശേഷം ബാക്കി പോർഷൻ ഡാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പീക്കോക്കിന് കണ്ണ് വരച്ചു കൊടുക്കാം. കണ്ണ് വരയ്ക്കാൻ വേണ്ടി 2 കർവ് ലൈൻ വരച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ വീണ്ടും ഒരു കർവ് ലൈൻ വരച്ച് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ നേരത്തെ വരച്ചത് ഒന്നും കൂടി കുറച്ച് തിക്കാക്കി കൊടുത്തിട്ട് അത് മൊത്തമായിട്ട് നമ്മൾ ഡാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ പീക്കോക്ക് ഫിഗർ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു ട്യൂട്ടോറിയൽ പോലെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതും കൂടി ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാവും. പീക്കോക്കിൻ്റെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി പീക്കോക്കിന് ഒരു കാല് കൂടി വരച്ചു കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് അത് ഇരിക്കുന്നത് പോലെ തോന്നാൻ വേണ്ടിയിട്ട് 2 ലൈൻ വരച്ചിട്ടുണ്ട്. എന്നിട്ട് കാലിന് വേണ്ടിയിട്ടും കൂടി 2 ലൈൻ വരച്ച് അത് ഡാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വരച്ചിട്ടുള്ള ഈ ലൈനെ ജസ്റ്റ് ആദ്യം ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പിന്നീട് ഒന്ന് ഡാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പീക്കോക്കിൻ്റെ തലയിലായിട്ട് ഒരു 3 ടിയർ ഡ്രോപ്സും കൂടി വരയ്ക്കുന്നുണ്ട്. പിന്നെ ഈ പീലിയിൽ നേരത്തെ വരയ്ക്കാൻ വിട്ടുപോയതാണ്. അതിന് ചുറ്റും നമ്മൾ ഒരു വൈൻസും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മളൊരു ഡബിൾ ലൈൻ കൊടുത്തിട്ട് വരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആവും. പീലിക്ക് ചുറ്റിനും വൈൻസും കൂടി വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ പീക്കോക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ആ പീക്കോക്ക് ഇരിക്കുന്ന ആദ്യം നമ്മൾ ഷെയ്ഡ് ചെയ്ത ആ ലൈനിനെ ജസ്റ്റ് ഒന്ന് ഡാർക്കാക്കി വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ലൈൻസിൽ ഒരു ബ്രാഞ്ച് പോലെ വൈൻസും കൂടി വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് അത്ര നന്നായിട്ട് തോന്നാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങ് റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫിംഗേഴ്സിൽ ഗ്രിഡും കൂടി വരച്ചെടുക്കാം. ഫിംഗേഴ്സിൽ ഗ്രിഡ് വരയ്ക്കുന്നതിന് മുമ്പ് ആദ്യം ബോർഡർ വരച്ചിട്ടുണ്ട്. പിന്നെ സിക്സാഗ് ലൈൻ വെച്ചിട്ട് ഗ്രിഡ്സ് വരച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്.
ഫിംഗറെല്ലാം കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ നേരത്തെ വരച്ച സെയിം ഫില്ലിങ് തന്നെ ഇവിടെ ഒന്നും കൂടി വരച്ചു കൊടുക്കുകയാണ്. അതായത് 2 സ്പൈറൽ വരച്ചിട്ട് അതിൻ്റെ എൻഡിലായിട്ട് ഡോട്ട്സ് വെച്ചിട്ട് ഒരു ഫ്ലവറും കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ സ്പൈറലിൽ ബാക്കിയുള്ള സ്പേസ് എല്ലാം വൈൻസും ടീർ ഡ്രോപ്സും കൂടി വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ചെറിയൊരു സിമ്പിൾ പീക്കോക്കിനെ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് വരച്ചെടുക്കാവുന്ന ചെറിയൊരു ഡിസൈനാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക് യു.